ലെറ്റ്സ് പ്ലേ സീസൺ 1 എപ്പിസോഡ് 6 സ്വാഗതമുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ബാഷൻ ലൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മുടെ കൂടെ ആദിലും ഉണ്ട് ഗൈസ്. ആദിലിപ്പോൾ കയറിയതേ ഉള്ളൂ, ആദിലിനെ കണ്ടില്ല. അണ്ണ അണ്ണ ചതിക്കരുത് അണ്ണ. പെട്ടെന്ന് കയ്യിലൊന്നിന്റെ കാശില്ല. ജെട്ടി ഇപ്പൊ ഡ്രോപ്പ് ചെയ്യാൻ ജെട്ടിയല്ല ചേട്ടാ, അത് ഫേക്കാ ചേട്ടാ. ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചാ ചേട്ടാ. ഇല്ല ചേട്ടാ, ഞാൻ ചട്ടി ഇടാറില്ല ചേട്ടാ. അത് പെയിന്റ് അടിച്ച് വെച്ചേക്ക, എന്റെ സ്കിന്നാ ചേട്ടാ. ചേട്ടന് ഞാൻ ഒരു പ്രത്യേകത ഒരു സാധനം തരാ, ഭയങ്കര റയറായിട്ടുള്ള. ആരും കയ്യില്ല, എന്റെ കൈ മാത്രമേ ഉള്ളു. അത് ഞാൻ തന്നല്ലേ ചേട്ടാ. അതിവിടെ പറഞ്ഞ ഭയങ്കര റയറാണ് ചേട്ടൻ. ഇത് വേണോ? ഇത് ഭയങ്കര റയർ സാധനം. എന്നാ ചേട്ടൻ ഇത് തരാ. എന്നാ ഇത് ഒരെണ്ണം തരാം, ഭയങ്കര റയറാ. എടാ വാ കളിക്കാ നമുക്ക് ഗൈസ്. അപ്പൊ ഞാൻ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നെതറി കയറുമ്പോ ഈസി തന്നെ കിടക്കുന്ന ഗൈസ്. അപ്പൊ നമ്മള് ഹാർഡ് അതാ ഗൈസ്. അപ്പൊ നമ്മളാണെങ്കിൽ കുറച്ച് പോർഷൻസ് ഇപ്പം ബ്രൂവ് വന്നോ? ഓക്കെ ശരി. പക്ഷെ ഇത് ബ്രൂയിൻ സ്റ്റാൻഡ് എന്തി മണ്ടയിലൊന്നും ഞാൻ കൊണ്ടുവച്ചില്ല. എന്തായാലും ഇപ്പൊ ഒരു ബ്രൂയിൻ സ്റ്റാൻഡ് ഉണ്ടാക്കാം. അപ്പം ഗൈസ് ഞാൻ ബ്രൂയിൻ സ്റ്റാൻഡ് ഉണ്ടാക്കട്ടെ. അത് ഞാൻ എളുപ്പത്തിന് വേണ്ടി അടച്ചിട്ടെ. ബ്രൂയിൻ സ്റ്റാൻഡ് ഒരെണ്ണം മതി. കുറച്ച് നീ ഉണ്ടാക്കിയേ, കുറച്ച് ഞാൻ മേൽക്കൂര ഉണ്ടാക്കാം. എടാ വാടാ. മൗണ്ടനാ? എടാ പൊട്ടനാണോ നീ? പൊട്ടനായിട്ട് അഭിനയിക്കുവാന്നോ? ഇത് ആരാ മൗണ്ടൻ പോഷൻ ഉണ്ടാക്കിയേ? ആ സാധനം മുണ്ടനാ, അങ്ങനെ എന്താ പറയാ. അത് തെറ്റ് പോഷനാ. അതുണ്ടാക്കിയ വർക്കാവത്തില്ല. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. മൗണ്ടൻ പോഷനാ. മറ്റേത് ചെയ്യുമ്പോ വേറെ പോഷനാന്ന് കേട്ടു. എന്തായാലും കൊള്ളാം. ഒരുവിധം പറഞ്ഞാണ് ഞാൻ കുറെ പോഷനും ബോട്ടിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പം ഗൈസ് ഞാനാണെങ്കിൽ പോഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടാക്കാൻ പോകുന്നത് ഇൻവിസിബിലിറ്റിയുടെ പോഷനും പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസിൻ്റെ പോഷനാണ് ഗൈസ്. മണ്ടയിൽ നമ്മുടെ ആദ്യം ഉണ്ട് ഗൈസ്. മണ്ടയിലാവാൻ വീട് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. ഞാനാണെങ്കിൽ കുളമാക്കിയാന്നൊക്കെ. അപ്പം ഗൈസ് ഞാനെന്നാ പോഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് അല്ലെങ്കിൽ വേണ്ട പോഷൻ ഉണ്ടാക്കുന്ന ബ്രൂയിൻ സ്റ്റാൻഡ് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് ഗോൾഡൻ ക്യാരറ്റും വേണം. പിന്നെ എടാ അതിലെ നീ ആണെങ്കിലേ മറ്റേ സാധനം ആ കോണും പിന്നെ ഈ ഇതിനകത്തിരിക്കുന്ന സാധനവും വെച്ചേ നീ ആ ഇതുണ്ടാക്കിത്ത എന്താ മറ്റേ വീക്ക്നെസ് പോഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കത്തില്ല ഒരു സാധനം. അത് തന്നെ. എന്താ വർക്കാവാത്ത? എടാ വർക്കാവുന്നില്ല. ഓ സോറി ഇതിടാൻ മറന്നുപോയി. നമ്മുടെ അതെ എനിക്ക് നെതർവാർട്ട് ഓർമ്മ എടുക്കട്ടെ. നെതർവാർട്ട് നമുക്ക് ഇത് ചെയ്യണം കേട്ടോ. അപ്പം ഗായ്സ് ഞാൻ നെതർവാർട്ട് വെച്ചിട്ട് ക്യാരറ്റ് ഗായ്സ് എങ്ങനെ ഈ പോഷൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നെതർവാർട്ട് വെച്ച് ഇതുണ്ടാക്കണം. ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ എന്നാലും കുറെ പേർക്ക് അറിഞ്ഞൂടല്ലോ, എല്ലാവർക്കും ഒന്നും അറിഞ്ഞൂടാ ബ്രൂയിൻ ചെയ്യാൻ. എന്നാ ശരി, സ്ട്രെങ്ത് പോഷൻ ഉണ്ടാക്കുന്ന എന്തൊക്കെ വെച്ചാടാ. അയ്യോ ലൈഫ് എടാ മതി ഇനി അടിക്കല്ലേ. ഒന്നാമത് സ്യൂട്ടാണെങ്കിൽ ഒരുമാതിരി ഇടാൻ. ആർക്ക്? ഞാൻ നിന്നെ അടിച്ചില്ലല്ലോ. ഞാൻ തൊട്ടില്ല നിന്നെ. എനിക്ക് സത്യം പറയാനും അറിയാം കേട്ടോ.
ജസ്റ്റ് അല്ലാതെ ചത്തല്ലേ, ജസ്റ്റ് ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ബാ 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 ബാ. ആ എടാ നൈറ്റ് ട്യൂഷന്റെ പോർഷനായി. ഇനി നീ മറ്റേ സാധനം ഇട്. എടാ മറ്റേ സാധനം എടുത്ത് വെക്ക്, സ്പൈഡറേ. ആ നല്ല ഗൈസ്, നമുക്ക് ഇൻവിസിബിലിറ്റിയുടെ പോർഷൻ എന്തോ ഫുഡോ എടുത്തോ. ആ എന്നാ എളുപ്പം ബാ, പെട്ടെന്ന് ഗൈസ്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അല്ല നിക്കടാ ഗൈസ്. അപ്പൊ നമ്മളാണെങ്കിൽ എന്താ അതിൽ പോയാ ഇല്ല. ആ ഗൈസ്, അവൻ ക്രോസ് ബോയും പിടിച്ച് വരുന്നുണ്ട്. ഞാൻ അടി കൊള്ളത്തില്ലാന്ന് പറഞ്ഞ് പോവുകയാണ്. എനിക്ക് അടി ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഭയങ്കര വിട്ടാലും അടി കൊള്ളത്തില്ല. അടുത്ത് വന്നിട്ട് എനിക്ക് അടിക്കാൻ വെക്കുന്നെ. ആ കേറിടാ ഗൈസ്. അപ്പൊ നമ്മള് ചെതറി കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സമയം എടുക്കും. നെതറി എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം എടാ എടാ ഡിബിനെ ഡിമിനിയല്ലേ ആണല്ലോ. എടാ ഡിമിനിയടാ. ആ എടുത്തോ നിന്റെ അതിന് നീ എന്നെ അടിക്കുന്നെന്ന് തോന്നുന്നു. രണ്ടെണ്ണോ? നിക്ക് ഞാൻ അങ്ങോട്ട് വരുവാ. എൻ്റെ ഈ ബ്ലോക്കില്ല. ഉണ്ട് റെക്കോർഡ് ഓൺ ആക്കിയിട്ടേക്കോടാ. ആ നിക്ക് ഞാൻ ഓക്കെ. എവിടെ മാറുന്ന് നീ ഒരെണ്ണം എനിക്ക് ഒരെണ്ണം എന്താ? ആ കണ്ട് ഞാൻ ഫോർച്യൂൺ ഗൈസ്. അപ്പം ഗൈസ് ആദ്യമേ തന്നെ നമ്മള് അത് ഞാൻ പൊട്ടിക്കുമെന്ന്. എടാ ഞാൻ പറഞ്ഞനുസരിക്കത്തില്ല. ഡ്യൂപ്ലിക്കേറ്റാ എന്നുവെച്ചാ ഡ്യൂപ്ലിക്കേറ്റാ എനിക്ക് അച്ചീവ്മെന്റ്. ഓ അത് മറ്റേ ചൂടാക്കിയാലേ കിട്ടും. അപ്പം ഗൈസ് നമ്മൾ താഴെ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. എന്താ ഓക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ആർമർ പോയി. എന്തി അതില നീ എവിടെയാ? ഗൈസ് നിദാനം കേറുന്നുണ്ട്. ആ നിന്നെ കണ്ട് ബാ. നീ കോർഡിനേറ്റ്സ് പറ. 222 ഫസ്റ്റ് മൈനസ് ആണോ പ്ലസ് ആണോ? പ്ലസ്. അപ്പൊ നേരെ ഫ്രണ്ടിൽ ഇതെടുത്ത് വെക്ക് കയ്യില്. ടോട്ടം എടുത്ത് വെക്കടാ. വെച്ചോ? ഞാൻ ടോട്ടം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ആരും ആക്രമിക്കാൻ വരുന്നില്ല. ഹാർട്ടില്ലേ? നീ എന്നാ ബെഡ് അടിച്ചിട്ട് ഫുഡ് അടിച്ചിട്ട് ഞാൻ എന്തായാലും ഞാൻ പൊക്കോണ്ടിരിക്കുക. 100 30 എത്തി. നീ എവിടെയാന്ന് പറഞ്ഞാ ഞാൻ വരുന്ന നിന്റെ കൂടെ. നീ എവിടെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കറക്റ്റ് കോർഡിനേറ്റ്സ് എനിക്ക് അറിഞ്ഞൂടാ നിന്റെ. എന്റെ അടുത്താ. ഓക്കെ ഗൈസ്, അപ്പം നിതാൻ കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കേട്ടില്ല. അപ്പം ഗൈസ് ഞാൻ അവൻ പറഞ്ഞ കോർഡിനേറ്റ്സ് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്.
കഷ്ടപ്പെട്ട ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പം ഈസി ആയിരുന്നു, ഞാൻ ഹാർഡ് മാറ്റി ഈസി ആക്കിയായിരുന്നു. അപ്പം നമ്മൾ ഈ ചെസ്റ്റിനകത്ത് സാധനം ഇരിപ്പുണ്ട് ഗൈസ്, എന്താണ് വേണ്ട ടെംപ്ലേറ്റ് ഉണ്ട്, പിന്നെ ഒരു അത് ആവശ്യമില്ല, പിന്നെ ഇതെന്താ ബ്ലോക്ക് ഓഫ് അയണോ, ഓക്കെ. പിന്നെ ഒരു നെതറൈറ്റ് ഇങ്കറ്റും കിട്ടിയിട്ടുണ്ട് ഗൈസ്, പിക്കാക്സ് ആഡ് ചെയ്യാൻ. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പം ഇത്രയും കിട്ടി ഗൈസ്. അപ്പം ഞാൻ പുറത്തെ അവസ്ഥ കാണിച്ചാൽ എന്നെ ആരും വന്ന് അടിക്കൂല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇത് പോഷൻ കുടിച്ചിട്ടുണ്ട് ഗൈസ്. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ട. ഇപ്പൊ കാണാൻ അടിച്ചത് ഗൈസ്. വീട്ടിൽ കറണ്ട് പോയി ഗൈസ്. ഞാൻ പിന്നെ ഉള്ള കറണ്ട് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പം നമുക്ക് ഈ ചെസ്റ്റ് പൊട്ടിച്ചെടുക്കാൻ ഒക്കില്ല, കാരണം നമ്മുടെ കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സോർട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ ഗൈസ്. പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങോട്ട് വന്ന ടൈമിൽ ആദിൽ ഡെഡായി ഗൈസ്. പാവം ഡെഡായി. എങ്ങനെയാന്ന് വെച്ചാൽ അവനാണെങ്കിൽ ലാവ ടോട്ടം കൈയില്ലായിരുന്നു. ഞാൻ ഇവിടം വരെ ടോട്ടവും പിടിച്ചോണ്ടായിരുന്നു, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പിന്നെ മണ്ടേന്ന് ഇങ്ങോട്ട് കുഴിച്ചു വന്ന് താപ്പട്ടി അടിയപ്പോൾ ലാവ വീണപ്പോൾ പെട്ടെന്ന് ആദ്യം കറക്റ്റ് കോർഡിനേറ്റ്സ് അറിയായിരുന്നു, അവൻ പറഞ്ഞു തന്നു. അപ്പം ഞാൻ പെട്ടെന്നാണെങ്കിൽ ആ ലാവ വീണ സമയത്ത് തന്നെ നമ്മുടെ ഇതാണെങ്കിൽ മാറി, ടോട്ടം പൊട്ടി ഗൈസ്. ടോട്ടം പൊട്ടിയാൽ അറിയാലോ ഗൈസ്, കുറച്ച് സമയത്തേക്ക് ഫയർ റെസിസ്റ്റൻ്റ് കിട്ടും ഗൈസ്. അപ്പോൾ അങ്ങനെ ഫയർ റെസിസ്റ്റൻ്റ് ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെ നമ്മുടെ ജീവനം കൊണ്ട് ഇങ്ങനെ വന്നു. അപ്പം അത്രയൊക്കെ ഉള്ളു ഗൈസ്. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടേക്കലാണ്ട്. അപ്പം ഇനി നമുക്ക് ആർമർ ഇട്ടിട്ട് മണ്ടയിലോട്ട് കയറണമെന്ന് സംശയമാണ്. വീട്ടിലോട്ട് പോകേണ്ട വഴി എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. പിന്നെ ഈ പിക്കാക്സ് തൊട്ടാറായി, ഇനി ഫോർച്യൂണറിയുടെ പിക്കാക്സ് എടുത്തേ പറ്റൂ. ഞാൻ എന്തായാലും മണ്ടയിലോട്ടൊന്ന് മൈൻഡ് ചെയ്ത് കയറട്ടെ ഗൈസ്. ക്രൗച്ച് ചെയ്തിട്ടല്ലേ ഗൈസ്. അവ നമ്മളെ മൈൻഡ് ചെയ്തില്ല ഗൈസ്. കണ്ട ടോട്ട കൈ പിടിച്ചാൽ പ്രശ്നമില്ല ഗൈസ്, അവന്മാരും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ പോഷനാണ്. പക്ഷെ സാധനങ്ങൾ ഇപ്പം നീ ആർമർ ഇട്ടിട്ടുണ്ടെങ്കിൽ പണിയാവും. ആർമർ ഇട്ടിട്ടുണ്ടെങ്കിൽ ചാവും, അവന്മാരടിച്ചാൽ ചാവും നീ. പക്ഷെ നീ ആണെങ്കിൽ ആർമറിന് പകരം കൈ വല്ലതും പിടിച്ചാൽ ചാവത്തില്ല. കാര്യം അവന്മാർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരത്തില്ല ഗൈസ്. ഞാനിപ്പോൾ ഈ പോഷൻ്റെ എഫക്റ്റ് പോയാൽ ഞാൻ അപ്പം പടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അറിയാലോ നേരത്തെ നിൽക്കുമ്പോൾ. അപ്പം ഗൈസ് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാം, മേലോട്ട് ബിൽഡ് ചെയ്ത് പോയിട്ടേ മഴയെ പോകാൻ പോകും ഗൈസ്. ഇവിടെ നിന്നാണ് താഴെ വീണാൽ ടോട്ടവും പൊട്ടും ഞാനും പൊട്ടും ഗൈസ്. നിൽക്കി ഇവിടെ പെട്ടിയില്ല ഗൈസ്. ഞാനാണെങ്കിൽ നേരെ സൈഡിൽ ലാവ പൂളിലാണ് വീണത്, ലാവയിലല്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തത്. അപ്പം ഇനി നമുക്ക് മണ്ടയിലോട്ട് മൈൻ ചെയ്ത് ലെവൽ 121 നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. 21 ആർമറായിക്കട്ടെ, ഞാൻ വെറുതെ ആണെങ്കിൽ അറിയാതെ എടുത്തിട്ട്. അപ്പം നമ്മളാണെങ്കിൽ ലെവൽ 22 എത്തിയിട്ടുണ്ട്, 122. അപ്പം ഇനി നമ്മൾ 0-0 പോകണം ഗൈസ്. കൃത്യമായിട്ട് എനിക്ക് കോർഡിനേറ്റ്സ് അറിഞ്ഞൂടെ, അതുകൊണ്ട് ഞാൻ 0-0 പോകാൻ പോവാണ് ഗൈസ്. അപ്പം ഫസ്റ്റ് വൺ ഇങ്ങോട്ട് മൈൻഡ് ചെയ്യുമ്പോൾ ഏതാ നോക്കട്ടെ ഗൈസ്. മൈനസ് അല്ലേ, ഇത് പ്ലസ്സാ ഗൈസ്. അപ്പം എന്താ ഇങ്ങോട്ട് പോകണം. ഗൈസ് ഇങ്ങോട്ട് മൈനസ് ആണ്. അപ്പം ഞാൻ 0 എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ലോങ് വീഡിയോ ആയിപ്പോവും. ആണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് കണ്ടോ നമ്മൾ അവിടുന്ന് താഴോട്ടാണ് പോയത്. അപ്പം നമ്മൾ വന്ന വഴി കിട്ടി ഗൈസ്. ഇനി കുറച്ചും കൂടി നല്ല സ്പീഡിനാണെങ്കിൽ നമുക്ക് പോവാക്കും ഗൈസ് തിരിച്ച് വീട്ടിലോട്ട്. കാരണം ഈ വഴിയല്ലേ കുഴിച്ചു വന്നു, അതുകൊണ്ട് ഇവിടെ ഫുള്ള് കുണ്ടും കുഴിയാണ്. ഞാൻ പിക്കാക്സ് വെച്ച് പുറഞ്ച സ്പീഡിനാണ് മൈൻഡ് ചെയ്ത സ്ഥലത്തെത്തിയത്. അതുകൊണ്ട് നല്ല കുണ്ടും കുഴിയാണ്, പിന്നെ കുറേ ബ്ലോക്കും ഉണ്ട്. ആ സമയത്ത് എൻ്റെ ഫുള്ള് ബ്ലോക്കായിരുന്നു. ഇങ്ങനെ എന്തോ കുഴിച്ചതെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞോളൂ. ഞാൻ സ്പീഡിന് കുഴിച്ചു വന്നപ്പോൾ ഇങ്ങനെ ആയതാണ് ഗൈസ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഇതിപ്പോൾ ഒത്തിരി ബ്ലോക്ക് കിട്ടുമല്ലോ ഗൈസ്. അപ്പം പാവം അതിൻ്റെ ഒരു തവണ ചത്തുകൊണ്ട് പാവം വളരെ വിഷമത്തിരിക്കുകയാണ്. ഡാഡന് ഗൈസ്, അനിയനും ഉണ്ട് കളിക്കാൻ.
അനിയൻ കളിക്കയില്ല, അല്ലാതെ വെറുതെ അടുത്തൊന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം നേരെ പോണെന്ന് ഒരു ബ്രോട്ടിൻ്റെ അണ്ണാക്കിലോട്ടാണ് പോകുന്നത്. ആള് തൊടത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നത്. അടിക്കാനല്ലേ അവൻ വന്നത്? അല്ല, പാവം. നമ്മളവനെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നു ഗൈസ്. ഇവിടെ കുണ്ടും കുഴിയും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ലാഭമില്ലാതെ ഇരുന്നാൽ മതിയായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ 80 സംതിങ്ങിൽ എത്താറായി. ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നു. അപ്പം ഗൈസ് ഞാൻ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. കുറേ സമയത്തിന് ശേഷം നമ്മളാണെങ്കിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. മൗസ് ഒരു സെക്കൻഡ് ഗൈസ്, 1 സെക്കൻഡ്. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ തോനെ സമയം എടുത്തു, എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ എടുത്ത് ഗൈസ് ഇവിടം വരെ എത്താൻ. കാരണം നമ്മൾ 2-3 തവണ വീണ് ടോട്ടോ ഒക്കെ പൊട്ടി ഗൈസ്. പിന്നെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നോക്കി കോർഡിനേറ്റ്സ് നോക്കിയിട്ടാണ് ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ അവിടെ നിന്നാണെങ്കിൽ കുറച്ച് ഗോൾഡും അതും ഇതൊക്കെ മൈൻഡ് വന്നായിരുന്നു. അതാണ് ഈ കയ്യിരിക്കുന്നത്. കുറച്ച് കിട്ടിയുള്ളൂ ഗൈസ്. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. എനിക്ക് 1 മിനിറ്റ്. ഇത് നമ്മൾ ക്ലോസ് ചെയ്യണം ഗൈസ്. ഇങ്ങനെ ക്ലോസ് ചെയ്യാല്ലേ, കാരണം നമ്മളങ്ങോട്ട് വീണ പണിയാവും. ഞാനാണെങ്കിൽ നേരത്തെ ചെയ്ത സ്ഥലത്ത് നിന്ന് ചെറിയ ഇക്കിളുണ്ട് ഗൈസ്, അതുകൊണ്ട് ഭയങ്കര പാടാണ്. ഗൈസ് അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്നാ പറയുന്ന എനിക്ക് വീട്ടിലോട്ട് പോയിട്ട് ഈ ടെംപ്ലേറ്റ് പോയി സേഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ സമാധാനമുണ്ട് ഗൈസ്. കാരണം ഒരു ടെംപ്ലേറ്റേ ഉള്ളൂ. ഈ ടെംപ്ലേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പം ഇനി വേറെ വേഷം കണ്ടുപിടിക്കാൻ ഒക്കില്ല, കാരണം ആദിലിന് അറിയുന്ന വേഷം ഇത് മാത്രമേ ഉള്ളായിരുന്നു ഗൈസ്. അപ്പം നമ്മളെങ്ങനെ എത്തി എത്ര ഗൈസ്? നമ്മുടെ ഡയമണ്ട് ഇല്ല ഗൈസ്, അതുകൊണ്ട് അറിയാലോ, ഡയമണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടെംപ്ലേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ. ആദിൽ ഡെഡ് ആയിരുന്നു, അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് അതും പോയി. അവൻ ഡെഡായത് എവിടെ വെച്ചാണ് കൃത്യമായിട്ട് കോർഡിനേറ്റ്സ് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ഡിബിന് പോയി ഗൈസ്. അവൻ കയ്യിൽ നിന്ന് ഡ്രോപ്പായ ഡിബിന്. നമ്മൾ പിന്നെ ടോട്ടോ ഉള്ളതുകൊണ്ട് കുറേ നേരം സർവൈവ് ചെയ്തു. എല്ലാം ടോട്ടം കൊണ്ടുപോയ ടോട്ടോ മൊത്തം പൊട്ടി ഗൈസ്. 2 എൻ്റെ അഹങ്കാരത്തിന് പൊട്ടിച്ച് ഞാൻ അവിടെ ഇവിടെ ചാടിച്ചാടി കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പൊട്ടിപ്പോയി ഗൈസ്. ഓക്കെ ഇനി ഡെർട്ടും കൂടെ എടുത്ത് വെച്ചാൽ സെറ്റ് ഗൈസ്. അപ്പം ഞാൻ ബാക്കി സോർട്ട് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരുവിധം തന്നെ സോർട്ട് ചെയ്തിട്ടുണ്ട്, ഇത്രയൊക്കെ മതി. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് ഇത് ചെയ്ത് ഇനി നാളെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഫുള്ള് ഡയമണ്ട് മൈൻ ചെയ്ത് കുറേ ഡയമണ്ട് ഒപ്പിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഫുള്ള് ഡയമണ്ട് ആയിട്ട് വരത്തേ ഉള്ളൂ. ഡയമണ്ടുമായിട്ട് വന്നിട്ട് ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ഡയമണ്ടുമായിട്ട് വന്നിട്ട് ഇത് ഫുള്ള് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഒരു 8 ടെംപ്ലേറ്റ് ഉണ്ടാക്കണം ഗൈസ്. 8 ടെംപ്ലേറ്റ് ഉണ്ടാക്കിയാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാക്കൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.